ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ട്രഷേഴ്സ്. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഫ്രൈ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡീപ്പ് ഫ്രൈ ആണ് കേട്ടോ. സാധാരണ നമ്മൾ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് അത്ര അങ്ങ് ഉണക്കിയൊന്നും എടുക്കാറില്ല ചിലപ്പോൾ ഒക്കെ. പക്ഷേ ഇത് ശരിക്കും ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബീഫ് പെരളൻ ഇട്ടിരുന്നു. അതിട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേര് കമൻ്റൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഒരു ഡ്രൈ ഫ്രൈ ഇടണമെന്ന്. അപ്പം നമുക്ക് ഈ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കാണിക്കാം. ഞാനിവിടെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ചെറിയ ഉള്ളി ഒരു 8-10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാല, ഞാൻ ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് വേണ്ടി മാത്രമുള്ളൊരളവാണ് കേട്ടോ. കുറച്ചൊരു കുരുമുളകും, പിന്നെ ഗ്രാമ്പു ഒരു 3 എണ്ണം, പിന്നെ കുറച്ച് പെരിഞ്ജീരകവും, ഒരു ഏലക്കായും, കുറച്ച് കറുവപ്പട്ടയും. പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് കൊത്തി എടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് നോക്കാം. പിന്നെ ഞാനൊരു 1/2 കിലോ ബീഫിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത്, 500 ഗ്രാം ബീഫ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ പൊടികളൊക്കെ എടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ബീഫ് മസാല എടുത്തിട്ടുണ്ട്. ഗരം മസാല ഉണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ ഇവിടെ ബീഫ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതൊരു അരമണിക്കൂർ നേരം നമ്മൾ വെച്ചിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി ഒരു കുറച്ച് നേരം വെക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് ആ അരപ്പൊക്കെ അതിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്കത് റെഡി ആയി കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇവിടെ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഫ്രീസറിലാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെക്കാം. കുഴപ്പമില്ല. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. എന്താണെങ്കിലും ബീഫിന് കുറച്ച് നല്ലൊരു വേവ് ഉണ്ടാവുമല്ലോ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ച് നേരം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കുറച്ച് സമയം. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫിനെ ഒന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ലേശം ഉപ്പും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരപ്പിൽ നോക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് നിൽക്കണം, എങ്കിലേ ആ ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ശരിക്കും ആദ്യമേ നല്ലപോലെ വെള്ളം കഴുകി വെച്ചിട്ട് നല്ലപോലെ വെള്ളം കളഞ്ഞാണ് എടുത്തത്. നമ്മൾ ഇത് അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ ശരിക്കും വെള്ളം ഉണ്ടായി വരും. ഇപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കുറച്ച് നേരം തീ കൂട്ടി വെച്ചൊന്ന് വഴറ്റി. ഇനി ഞാൻ ആ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചിട്ട് അതിൻ്റെ വെയിറ്റ് എടുത്തിട്ട് അടച്ചിട്ട് ഒരു കുറച്ച് നേരം തീ താഴ്ത്തി വെക്കും. അപ്പോഴേക്കും നമ്മൾ അവിടേക്ക് ഇങ്ങനെ ആവി വരുന്ന ഒരു സമയത്ത് നമുക്ക് തുറന്നിട്ട്, അപ്പോൾ അതിൽ ശരിക്കും വെള്ളമൊക്കെ ഇങ്ങനെ തനിയെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് തുറന്നിട്ട് നമുക്കൊന്നും കൂടെ കുറച്ച് നേരം ആ വെള്ളം ഒന്ന് വറ്റിച്ചിട്ട് വെക്കണം. അപ്പോൾ ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴത്തേനും ശരിക്കും ആവി വന്നിട്ടുണ്ട്, നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. കണ്ടോ, ഇതിനകത്ത് കാണാം. നമ്മൾ സ്പൂണിട്ട് നോക്കുമ്പോഴത്തേനും ശരിക്കും അതിൽ ആ വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. നമ്മൾ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല എങ്കിൽ പോലും ഇപ്പോൾ ശരിക്കും കുറച്ച് വെള്ളമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഇട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് തന്നെ തിളപ്പിച്ച് കുറച്ചും കൂടെ ഒന്ന് ആ ചാറൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് വേണം നമുക്ക് ശരിക്കും അടച്ച് വെയിറ്റിട്ട് വേവിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണെങ്കിലും ഇത് പിന്നെ തുറക്കുമ്പോഴത്തേനും വല്ലാതെ വെള്ളമാവും. ഇനി എങ്ങാനും കുറച്ച് വെന്ത് പോയാൽ പിന്നെ കൊള്ളത്തില്ല കേട്ടോ. ഈ ഡ്രൈ ഫ്രൈക്ക് ഒട്ടും കൊള്ളില്ല. അപ്പോൾ നമ്മൾ ഈ വേവ് ശരിക്കും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് വെയിറ്റിട്ട് വേവിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു വിസിൽ വന്നു കഴിഞ്ഞ് കുറച്ചൊരു 5 മിനിറ്റ് നമ്മൾ സിമ്മിലിട്ടിട്ട് ഓഫാക്കിയിടുക. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ വിസിലൊക്കെ അടിച്ച് 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഓഫാക്കിയിട്ട്
അതിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പം ഇപ്പോഴും ശരിക്കും കുറച്ചും കൂടെ ഗ്രേവി ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ തുറന്ന് അതിൻ്റെ വേവ് നോക്കിയപ്പം ശരിക്കും ഒരു ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്നു. കുറച്ചും കൂടെ ഒരു മയവും വേവൊക്കെ വേണം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ. വലിയവർക്കാണെങ്കിൽ അത്രയും ഒരു വേവ് കുറഞ്ഞ് ഇതിങ്ങനെ എടുക്കുന്നവർ ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പം നിർത്താം. കാരണം അത്ര നേരം നമ്മൾ വെച്ചതുകൊണ്ട് അകമൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഹാർഡായതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ അത് ഒന്ന് വിസിൽ ഇട്ടിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിസിൽ വന്നിട്ട് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ താഴ്ത്തി വെക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത് നമ്മൾ വേവിച്ചെടുത്തപ്പോഴത്തേനും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും അതിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി നല്ല കുറച്ചൊരു ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഇനി വെള്ളം അധികം ഉണ്ടെങ്കിൽ അതിൽ വെച്ച് തന്നെ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിൽ ശരിക്കും ഒട്ടും ഗ്രേവി ഇല്ല. അതുകൊണ്ട് ഇനി വെച്ചിരുന്ന് അതിങ്ങനെ ചിലപ്പം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയാണ് എന്തുകൊണ്ടും ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതൊന്ന് വറുത്ത് എടുക്കാം. തേങ്ങാക്കൊത്ത് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മളുടെ ബീഫിനെ നമുക്ക് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ബീഫിനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരത്തേക്ക് നമ്മൾ ബീഫിനെ നല്ല ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം കുറച്ച് നേരം തീ കൂട്ടി വെക്കാം. ഫ്ലെയിം നല്ലപോലെ കൂട്ടി വെച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. പിന്നെ ഈ ഒരു സമയത്ത് ഉപ്പെങ്ങാനും കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഈ ബീഫ് ഫ്രൈക്ക് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന നല്ലൊരു ഫ്ലേവറൊക്കെ തരുന്ന നമ്മളുടെ പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കണം. നമ്മൾ ആദ്യം എടുത്ത് വെച്ച മസാലയില്ലേ, അത് ഞാൻ ഒന്ന് അടുപ്പത്തിട്ട് വെറുതെ ഒരു ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി, എണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് ചൂടാക്കിയിട്ട് ഒരു കല്ലിൽ വെച്ച് പൊടിച്ചെടുത്തതാണിത്. അങ്ങനെ അപ്പോൾ തന്നെ അത് ഫ്രഷായിട്ട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചതിനെ കഴിഞ്ഞു അപ്പോൾ തന്നെ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സ്മെല്ലും ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ടിപ്പാണ്, നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് അതും നമ്മൾ കഴുകിയിട്ട് തൊലിയോടുകൂടെ ചതയ്ക്കുവാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കാം, പക്ഷേ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ കറിവേപ്പില. പിന്നെ ഈ ഒരു സമയത്ത് അവസാനം ആകുമ്പോഴേക്കും വേണമെങ്കിൽ എരിവ് നല്ലപോലെ ആവശ്യമുള്ളവർക്ക് കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാവുന്നതാണ്. എനിക്കിവിടെ ഇപ്പോൾ ആവശ്യത്തിന് തന്നെ എരിവായിട്ടുണ്ട്. പിന്നെ കുരുമുളക് നമ്മൾ ആ മസാലയിൽ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി അവസാനത്തെ സമയത്ത് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ശരിക്കും ഇത് ഒത്തിരി അങ്ങ് ഓയിലിയൊന്നും ആയിട്ടില്ല, അത്യാവശ്യത്തിന് എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ബീഫ് ഇങ്ങനെ ഏകദേശം ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴൊക്കെ നമുക്കൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഓയിലി ആവണമെങ്കിൽ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് സൂപ്പറായിട്ട് നല്ല സ്മെല്ലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാടൻ ഡ്രൈ ഫ്രൈ ആയിട്ട് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ നാടൻ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറും. അതുകൊണ്ട് ഞാൻ മല്ലിയിലയൊന്നും ഇടുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു രുചിയിൽ നിങ്ങൾക്ക് ഈ ബീഫ് ഫ്രൈ കിട്ടും എന്നെനിക്ക് ഉറപ്പാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.